ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആക്ഷനൊന്നും സെൻസെക്സിൽ കണ്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ സെൻസെക്സിൻ്റെ പ്രീമിയം എല്ലാം തന്നെ പറന്നത് നമ്മൾ കണ്ടതാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്ന് കൺസോളിഡേഷനാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൺസോളിഡേറ്റ് ചെയ്തു. നിഫ്റ്റി 164 പോയിൻറ്റിൻ്റെ ആ ഒരു റേഞ്ചിൽ 21,650 സപ്പോർട്ട്, 21,800 റെസിസ്റ്റൻസ് സോണിൽ ഏകദേശം ഒരു 164 പോയിന്റിൽ നിഫ്റ്റി ഹൊറിസോണ്ടലി മൂവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 64 പോയിന്റ്, സെൻസെക്സ് 167 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 622 പോയിന്റിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് മെയിനായിട്ട് റാലി രേഖപ്പെടുത്തിയ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ബാങ്ക് എക്സ്, ഫിനാൻഷ്യൽ നിഫ്റ്റി, ഈ 3 ഇൻഡെക്സുകളും എല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് കൂടാതെ തന്നെ നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം തന്നെ കൺസോളിഡേറ്റ് ആയിട്ട് ക്ലോസ് നടത്തി. NSEയിൽ ഏകദേശം 638 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 1514 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കമ്പനീസ് നോക്കാം. ഗ്രാസിം, SBN, അപ്പോളോ ഹോസ്പിറ്റൽ, സൺഫാർമ, ICICI ബാങ്ക്. 2 മുതൽ ഏകദേശം ഒരു 5.5% വരെയുള്ള റാലി ഇന്ന് ഈ കമ്പനികൾ രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള MNM 2.5%, ONGC 2%, എയർടെൽ 2%, UPL ഫെർട്ടിലൈസർ കമ്പനി 1.5%, NTPC 1.851% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. വിവിധ സെക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ ചാർട്ട് നമുക്ക് നോക്കാം. 44,862 ബാങ്ക് നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. 45,700 വരെ ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. അതായത് ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 800 പോയിന്റിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് കുതിപ്പ് നടത്തി. ഫിനാൻഷ്യൽ നിഫ്റ്റിയും 19,958 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് 20,229 വരെ ഏകദേശം ഒരു 270 പോയിന്റിൻ്റെ ഒരു റാലിയാണ് ഫിനാൻഷ്യൽ നിഫ്റ്റി നൽകിയിട്ടുള്ളത്. HDFC ബാങ്ക് നോക്കാം. 1,390 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം HDFC ബാങ്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം കുതിപ്പ് തുടരാതെ കൺസോളിഡേറ്റ് ചെയ്ത് 1408 മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. അപ്പോൾ HDFC ബാങ്ക് എസ്പെഷ്യലി ഇന്ന് രാവിലെ ADRൽ ICICI ബാങ്കും HDFC ബാങ്കും സിവിയർ ഫോള് US മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അത് ഇന്നലെ HDFC ബാങ്കും ICICI ബാങ്കും ഉണ്ടായ ഫോള് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ADRൽ ICICI ബാങ്ക് ഫോൾ ആയത് അറിഞ്ഞ് അത് കണ്ട് ഇന്ന് ICICI ബാങ്കിനെയും ഈവൻ ബാങ്ക് നിഫ്റ്റിനെല്ലാം തന്നെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ലോസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേ ബി ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫോള് അഡ്ജസ്റ്റ് ചെയ്തതാകാമെന്ന് നമ്മൾ പ്രീ മാർക്കറ്റിൽ ചർച്ച ചെയ്തിരുന്നു. പ്രീ മാർക്കറ്റ് കണ്ട ആളുകൾക്ക് അത് ഏറെക്കുറെ ഓർമ്മയുണ്ടാവും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റും ഇന്ന് നമ്മൾ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളും നോക്കാം. ഈ ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് പഠിക്കാം. തുടർന്ന് 6 മാസത്തെ സപ്പോർട്ടുണ്ട്. കൊച്ചിയിലും അതിനുശേഷമുള്ള ഞായറാഴ്ച നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 2.4% ഒരു സ്ലൈറ്റ്ലി ഫോൾ ഉണ്ടായി. ബിറ്റ്കോയിൻ റാലി തുടരുകയാണ്. $1,767 ഉയർന്ന് 46,583 ബിറ്റ്കോയിൻ എത്തി നിൽക്കുന്നുണ്ട്. റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. FTSE, CSE 40, ഡാക്സ്, ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ലൂണാർ ഹോളിഡേയ്സ് കാരണം ചൈന കുറേ ഉണ്ടായിരുന്നില്ല. ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ അവസാനിപ്പിച്ചു. ഓസ്ട്രേലിയയും വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ആക്ഷനും കണ്ടില്ല. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,031 പെർ ഔൺസ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ഗോൾഡും. അപ്പോൾ എൻറ്റിയർ ഗ്ലോബൽ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണുള്ളത്. ഇന്നലെ US തന്നെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ എല്ലാം തന്നെ വന്നിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് എല്ലാം തന്നെ കട്ട് ചെയ്യുമെന്നുള്ളതാണ് ആൻറ്റിസിപ്പേഷൻ. US മാർക്കറ്റിലും അവിടെ റിസൾട്ട് കാലഘട്ടമാണ്. നമ്മളെ മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ട് പോലെ തന്നെ അവിടെയും മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. RVNL സ്റ്റോക്ക് പ്രോഫിറ്റിൽ അവർ ഒരു ഏകദേശം 9% ഒരു ഇടിവ് ഉണ്ടായിരുന്നു. സ്റ്റോക്കും സമാനമായ രീതിയിൽ ഇന്ന് ഇടിഞ്ഞു. പ്രോഫിറ്റ് കുറഞ്ഞതാണ് പ്രധാന കാരണം. ITC, ഇന്ത്യയിലെ ജയൻ്റ് ആയിട്ടുള്ള FMCG കമ്പനിയാണ് ITC. അപ്പോൾ ITC നമ്മൾ ITCയിലെല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. 200 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ് ITCയുടെ ഒരു കുതിപ്പ്.
ITCക്ക് 200 രൂപ നോട്ടായിട്ട് തന്നെ ആളുകളൊക്കെ വിശേഷിപ്പിച്ചിരുന്നു, ട്രോളൊക്കെ ഇറങ്ങിയിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് ITC എവിടെയാണ് കിടക്കുന്നത്? എനിവേ, ITC റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും ജെഫ്രീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് സ്ഥാപനം ITCനെ അവരുടെ ടാർഗറ്റ് കുറച്ചിട്ടുണ്ട്. 520 ടാർഗറ്റ്, 430 ടാർഗറ്റ് കുറച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. സൈഡസ് ലൈഫ് കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. 600 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് പ്രോഗ്രാമാണുള്ളത്. ടെൻഡർ ഓഫറാണ്, അതായത് നമ്മുടെ ഡിമാറ്റിൽ നിന്ന് അവർ ബൈ ചെയ്യും. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്ന സ്കീമല്ല. വിപ്രോ ചെയ്ത പോലെ, TCS ചെയ്ത പോലെ നമ്മുടെ ഡിമാറ്റിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള കമ്പനി ട്രേഡ് ചെയ്യുന്ന വിലയിനേക്കാളും കൂടുതൽ പ്രൈസിലായിരിക്കും അവർ വില പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെയാണ് 25 രൂപ പ്രീമിയം പ്രൈസിൽ 1005 രൂപയാണ് അവരുടെ വില ഉള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 800 രൂപക്കാണ്. Paytm ബോർഡ് ഇവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റിസൈൻ ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടു. ഇന്ന് 6% ഫോൾ രേഖപ്പെടുത്തി. ഇൻഡിഗോ മാത്രമല്ല, സ്പൈസെറ്റ് പോലെയുള്ള ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനീസ് ഇന്ന് ഏവിയേഷൻ മിനിസ്ട്രി ഒരു മീറ്റിങ്ങിൽ ഈ ടിക്കറ്റ് റൈറ്റിൻ്റെ എല്ലാം തന്നെ വില നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിനെ നിർണ്ണയിച്ചു എന്നുള്ളൊരു ന്യൂസ്. ഈ കമ്പനികൾക്ക് ചെറിയൊരു ക്ഷീണം വന്നു, ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ജയകുമാർ ഇൻഫ്ര കമ്പനി 4548 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 3 മടങ്ങ് ഉയർന്ന് 733 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം ഒരു 21% അപ്പായിട്ടുണ്ട്. പതഞ്ജലി ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞു, 217 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. STVN കമ്പനി അവർ നെറ്റ് പ്രോഫിറ്റ് ഫോൾ ആയിട്ടുണ്ട്. 287 കോടി രൂപയിൽ നിന്ന് 137 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഫോളായി. സ്റ്റോക്ക് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, ₹1.15. ടെക് വബാഗ് കമ്പനി 47 നിന്ന് 62 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർന്നു. ഫൈസർ ഫാർമ കമ്പനി ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അവരുടെ റിസൾട്ട് വന്നപ്പോൾ 151 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങിയതാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണം. കമ്പനി ഇന്ന് ₹1.15 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയിൻ ഇറിഗേഷൻ കമ്പനി 48 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇന്ന് 9 കോടി രൂപ പ്രോഫിറ്റിലേക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. ഗ്ലോബൽ സ്പിരിറ്റ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. സ്റ്റോക്ക് കാരണം 26 നിന്ന് 44 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർന്നതാണ് കാരണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, സ്റ്റോക്കുകളുടെ റിസൾട്ട് കലണ്ടറുകൾ, അതിനുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ചെക്ക് ചെയ്യാം. ടെലിഗ്രാം ചാനലിലും ന്യൂസുകൾ പരമാവധി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്സ്റ്റോക്ക് സറോദ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ചെക്ക് ചെയ്യുക. നമുക്ക് സ്റ്റോക്കൊക്കെ പ്രെഡ് ചെയ്യാനായിട്ട് സറോദ വളരെയധികം അടിപൊളിയാണ്. എന്നാൽ ഫാർ OTM ഒക്കെ ചെയ്ത് ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ള ആണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ അപ്സ്റ്റോക്ക് അടിപൊളിയാണ്. ഇവ രണ്ടും ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ ഫ്രീയുമാണ്. താഴെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ്. താങ്ക് യു.